വർക്കിംഗ് ഡേ ആണ്. ഇവിടെ ആ ഗ്രൗണ്ട് കൊണ്ടോണം നിറച്ചും പുല്ല് പിടിച്ച് ഈ പണ്ടാരം പിടിച്ച ഗ്രൗണ്ടിലൊക്കെ കളിച്ച് നികത്തിയിരുന്ന ഈ പുല്ലൊക്കെ ഒന്ന് ഒതുങ്ങിയത് ബോളൊക്കെ കായിക്കെടുത്ത് വെച്ച് കീറാനാണ്. അറിയാ നോക്കട പിള്ളേരല്ലേ ഇറങ്ങുന്ന ബോളും കൊണ്ട്. സാറില്ല ഇന്ന് ഇറങ്ങുന്നതാണ് നല്ലത്. കുറെ കൂടെ ഇറങ്ങിക്കും മക്കളെ. ഞങ്ങളെ കളിപ്പിക്കാണോ? അല്ല മക്കളെ ഇത്ര ആഗ്രഹം എത്ര നാളായി കളിച്ചിട്ടൊക്കെ. ആ എന്നാ കളിച്ചു. ആ അങ്ങനെ അവര് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ വരുന്നത്. ഓടിയന്മാരൊക്കെ ഇങ്ങനെ വന്നേ ഓഫീസിലോട്ട് പേര് വെച്ചിട്ടുണ്ടെങ്കിൽ വാ. എടാ നിന്നോടൊക്കെ 25ാമത്തെ പ്രാവശ്യം ഞാൻ ഈ പറയുന്നത്. സാറേ അത് കൊതി കൊണ്ട് മാത്രം എത്ര 8 വർഷമായി ഞങ്ങൾ ഈ ഗ്രൗണ്ടിലോട്ടൊക്കെ ഇറങ്ങി. സാറാ കാട് പിടിച്ച് കിടക്കുന്ന കണ്ടോ? പൊതഞ്ഞു അനക്ക് നടക്കത്തില്ല. പാമ്പോ നേരെയോ വല്ല പിള്ളേരെ കുത്തിയാക്കി നീയൊക്കെ ഈ പറയണ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്ന അങ്ങനെ പിള്ളേർക്ക് കളിക്കാനൊന്നും അവസരം കൊടുക്കരുത്. സ്കൂളിന്റെ ബോർഡ് എന്തോ ഫിസിക്കൽ സ്പിരിച്വൽ മെന്റൽ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഇവിടെ സ്പിരിച്വലും മെന്റലും മാത്രമേ നിനക്ക് 20 ദിവസത്തെ ഡിസ്മിസ് ഉണ്ടാ. വിളിച്ചോ, നീ വീട്ടിൽ പോയി കളിച്ചാൽ മതി. നീയൊക്കെ അങ്ങനെ അവൻ വീട്ടിൽ പോവാണ്. അവന്റെ അച്ഛനെ കൊണ്ട് പറയുന്നത് ഇങ്ങനൊക്കെയായിരുന്നു സംഭവം എന്നൊക്കെ. അച്ഛാ സംഗതിയൊക്കെ കൈ കിട്ടി. എന്തുവാണ്? ഓ ഒരു കടലാസ് അച്ഛൻ വായിച്ചു. ഡിസ്മിസ്സോ? നിന്നെ കൊണ്ട് ഇത്രയൊക്കെ മേടിക്കാൻ പറ്റിയോ? പിരിച്ചുവിടാനായിട്ട് നോക്കിയത്. പിന്നെ +2 പരീക്ഷ ചെയ്തുകൊണ്ട് അവർക്ക് പിരിച്ചുവിടാൻ പറ്റത്തില്ല. അയ്യോ എടാ പോയി ചാകണം. പഠിക്കാൻ പോകുന്നവനൊക്കെ കണ്ടെത്തി പൂട്ടിയ പോലാണോ സ്കൂളിൽ. അങ്ങനെ അവന് ആ അച്ഛന്റെ അടിയിൽ നിന്ന് അവന് ഭയങ്കര വേദനയാണ് ഉണ്ടാവുന്നത്. ആ സ്കൂളിനോടുള്ള വെറുപ്പും കൂടാണ് അവൻ സ്വീകരിക്കുന്നത്. അങ്ങനെ അവൻ ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. ഈ വിഷം ഞാൻ കുടിച്ച് ആത്മഹത്യ ചെയ്യും. ഇത് എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള, അവർക്ക് വേണ്ടി ഞാൻ കുടിക്കും ഈ വിഷം. അങ്ങനെ ഈ സ്കൂളിലെങ്കിലും പീറ്റ് മേടിക്കണം. അങ്ങനെ പൊതുദർശനത്തിന് അവന്റെ ശരീരം സ്കൂളിൽ കൊണ്ടുവരികയാണ്. അവന്റെ സുഹൃത്തുക്കൾ അവന്റെ ശരീരത്തിന് മുമ്പിൽ വിലാപം കരച്ചിലാണ്. നമ്മുടെ സുഹൃത്ത് സാർ ഒറ്റ നിർത്തലായി. ഈ സാറൊരു കാര്യം മനസ്സിലാക്കണം. ഇതുപോലെ ഓരോരുത്തരും ഇവിടെ ഇങ്ങനെ മരിച്ചു വീഴും. ഇതുപോലെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കൂളുകാർക്കും കൂടെ ഒരു മെസ്സേജ് ആണ് കൊടുക്കേണ്ടത്. പിള്ളേർക്ക് തീറ്റി കൊടുക്കണമെന്നുള്ള